ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനമായി. മെഡിക്കൽ രംഗത്ത് ഗുരുതര വീഴ്ച. കോട്ടയത്ത് ഡോക്ടർക്ക് മർദ്ദനം. പ്രാഥമിക ചികിത്സ മാത്രം നൽകി ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിട്ട രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് നിർദ്ദേശിച്ചു വിടുകയായിരുന്നു ഡോക്ടർ. തുടർന്നുള്ള രോഗിയുടെ മരണ കാരണം ബന്ധുക്കളെ പ്രകോപിതരാക്കുകയായിരുന്നു. ഇതിനെ തുടർന്നുള്ള വാഗ്വാദത്തിൽ ബന്ധുക്കൾ ഡോക്ടറെ തല്ലി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. എന്താ അല്ലേ ഫുൾ ഡോക്ടർ ഇല്ലാത്തതൊന്നല്ലെന്ന് പറയുന്നത്. ഇപ്പൊ കുറെ പേര് അറിയുന്നുണ്ട്, സ്റ്റുഡൻസ് HS എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നും അല്ല മാം. എനിക്കറിയാവുന്ന എത്രയോ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. എന്റെ അനിയത്തി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാരണം തന്നെ ഡോക്ടറാണ്. ഒന്നുമില്ല. ഡോക്ടറെ വലിയ ഡോക്ടറെ രാവിലെ തൊട്ട് ഭയങ്കര ഡോക്ടറെ എന്തോ പറ്റി ഭയങ്കരമായിട്ട് കഴിച്ചു. അത് മാത്രമേ ഇല്ല കഴിച്ചില്ല. ഇന്ന് രാവിലെ കൊടുത്ത് ഞാൻ മേടിക്കാം, പക്ഷെ കഴിച്ചില്ല അവൻ. കഴിച്ചു. ഓർഡർ ചെയ്യും, എപ്പോഴും ഓർഡർ ഇന്നലെ ഓർഡർ കഴിച്ചില്ലേ? എനിക്ക് ചൂട് കണക്കാം ഒന്നും പറയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനല്ലേ ഇരിക്കുന്നു. അതിന്റെയാ രാവിലെ ഞാൻ കൊടുത്തു കഴിക്കാം. അപ്പൊ തൊട്ട് ഛർദില്ല. എങ്ങനെ കഴിക്കാനും പിന്നെ എന്തുകൊണ്ട് ഇഡലി കഴിച്ചു? എന്റെ ഫുഡ് കഴിച്ചാൽ ഒന്നും പറ്റും. കുത്തിക്കും, എത്ര കുത്തിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. കുത്തി കൊണ്ടിട്ട് അയ്യോ വേദന വേദന ആവശ്യം എന്താ നോക്കുന്നേ? ആവശ്യം എനിക്ക് ഇവിടെ ഇട്ട എനിക്ക് വേണ്ട. 2 ദിവസത്തേക്കുള്ള മരുന്ന് ഒരു ഇഞ്ചക്ഷൻ ഇപ്പൊ എടുത്തോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കുറവൊന്നുമില്ലെങ്കിൽ വീണ്ടും കാണിച്ചാൽ മതി. ഒരു എമർജൻസി ഉണ്ട്. ഞാൻ 2 ദിവസത്തേക്കുള്ള മരുന്നുണ്ട്. ബാക്കി ഞാൻ ആണുങ്ങളായി എന്റെ ഭാര്യ നോക്കണ്ട. സമയം കളയാനില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കൊച്ചിനെ പുറത്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്തുള്ള വേറെ വല്ല ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണമെങ്കിൽ 30-50 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പോലും ഒരു ധാരണയില്ല. ലേഡി ഡോക്ടർ വല്ലതും നോക്കിയാൽ മതി എന്റെ ഭാര്യ, അല്ലാതെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നീ തന്നെ മക്കളായിട്ട് വർത്താനാടാ പറയുന്നത്. കണ്ടോമാരെ കൊണ്ടൊന്നും എന്റെ ഭാര്യ നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ എന്താണ് പറയുന്നത്? നിന്റെ ഭാര്യ ആണുങ്ങൾ നോക്കാനോ? നിങ്ങളൊന്ന് തീരുമാനിച്ചെങ്കിൽ നമുക്ക് കൺസൾട്ട് ഒന്ന് പെട്ടെന്ന് സൈൻ ചെയ്യാം. പോടോ, ഇതില് ഒന്ന് സൈൻ ചെയ്യാം. ഇത് എന്നാലും നമുക്ക് കൊച്ചിന്റെ നിങ്ങളിതെന്തോ കാണിക്കുന്നത്? എന്റെ അനിയത്തി അവൾക്ക് അത്യാവശ്യം AB നെഗറ്റീവ് ബ്ലഡ് വേണം. നിങ്ങളുടെ ബാങ്കിൽ ഇതിപ്പോ ഇല്ല. നിങ്ങളെ അറേഞ്ച് ചെയ്ത് തരണം. AB നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടോ? ഞാൻ കൊടുക്കാം. എങ്ങനെയാണ് വരും? അപ്പൊ സമയത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ
വീട്ടിൽ നിന്ന് വൈഫായി വിളിച്ചതിന് ശേഷം പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്ത ഹലോ അച്ഛൻ എവിടാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അച്ഛൻ അറിയാലോ. അച്ഛൻ വൈകിട്ട് വരാന്ന് പറഞ്ഞല്ലേ. അച്ഛൻ എവിടാ? ഒരു നേർത്ത പൈതലുണ്ട്. ഇപ്പൊ വൈകിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അമ്മേനെ കൂട്ടി പുറത്തു പോകാം. ശരി. ആ ഗൗരി അതിനെ കാണാതിരിക്കേ പ്രഗ്നൻസി കേസിനെ പറ്റി നോക്കിയേ. പക്ഷെ നീ ചെയ്ത നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ ഇത്ര വലിയ കാര്യമൊന്നല്ല. നിങ്ങളുടെ ഇത്ര വലിയ കേസ് നമ്മൾ ഏറ്റെടുത്തേക്കും. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഹോസ്പിറ്റലിന് ഇഷ്യൂ വന്നാലേ നീ തന്നെ ഹാൻഡിൽ ചെയ്യും. ഞാൻ തളർത്തിയതല്ല. Yesterday there was a pregnancy case. Who was on duty? ഗൗരിയുടെ Okay. So it was a very sensitive case, but you were calm and composed and you handled the situation very nicely. The husband was aggressive, but still you were calm. So our hospital need young and talented doctors like you. You did a good job. Yes, sir. I was telling him the same. He has a great potential and talent. Yes, sir. So Thank you. keep the good work. Thank you. ഇവരാണോ കാര്യമാണ് ഡോക്ടറോട് ചെയ്തതിനാണ് വലിയത്? അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവരായിട്ട് അത് ന്യൂസായി വന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെ സ്വന്തം പോസിറ്റീവ്സിനെ കൊണ്ട് മാത്രമേ ഓർത്തിട്ടുള്ളൂ.